മിറക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു ചെറിയ പഴം ഞാൻ പരിചയപ്പെട്ടു. ചെടിയും വളരെ ചെറുതാണ്, അതിലെ പഴങ്ങളും വളരെ ചെറുതാണ്. എന്നാൽ ആ മിറക്കിൾ ഫ്രൂട്ടിനൊരു പ്രത്യേകതയുണ്ട്. അതൊന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് നാം മറ്റെന്ത് കഴിച്ചാലും വളരെ മധുരമായി നമുക്ക് തോന്നും. മിറക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് നല്ല പുളിയുള്ളൊരു മാങ്ങ കഷ്ണം ഞാൻ കഴിച്ചു നോക്കി. ഹായ്, നല്ല മധുരം. എന്ത് കഴിച്ചാലും മധുരമാണ് കുറച്ച് സമയത്തേക്ക്. എനിക്ക് അത്ഭുതം തോന്നി. കാരണം ഇത്രയും ചെറിയ ഒരു പഴം അത് നാം വായിലിട്ട് കഴിയുമ്പോൾ നമ്മുടെ വായ മുഴുവൻ മാറ്റുക, നമ്മുടെ രുചിയെ മൊത്തം മാറ്റുക, കുറച്ച് സമയത്തേക്ക് പിന്നെ എല്ലാം മധുരമാക്കി മാറ്റുക. വചനം പറയുന്നു, മാറയെ മധുരമാക്കാൻ കർത്താവിന് കഴിയും. നമ്മുടെ പ്രതിസന്ധികളെ മാറ്റാൻ കർത്താവിന് കഴിയും. ഒരുപക്ഷെ മിറക്കിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞ് നമുക്കൊന്നും ചുറ്റും കാണാനില്ല. എന്നാൽ നമുക്കൊരു മിറക്കിൾ ചെയ്യാൻ കഴിയുന്ന, അത്ഭുതം ചെയ്യാൻ കഴിയുന്ന ഒരു അത്ഭുത മന്ത്രിയുണ്ട്. ആ അത്ഭുത മന്ത്രി നമ്മുടെ ജീവിതത്തെ മാറ്റും. അവൻ സമാധാന പ്രഭുവാണ്. ജീവിതത്തിൽ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഒക്കെ കടന്നു വരുമ്പോഴും നമ്മളെപ്പോഴും നിശ്ചയമായിട്ടും വിശ്വസിക്കണം, എനിക്കൊരു അത്ഭുത മന്ത്രിയുണ്ട്. അവൻ അത്ഭുതങ്ങളുടെ കർത്താവാണ്. മിറക്കിൾ ഫ്രൂട്ട് പോലെയല്ല, നമ്മുടെ ജീവിതത്തെ ആകെപ്പാടെ മാറ്റാൻ കഴിയുന്ന, എന്നേക്കുമായ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കർത്താവ്. ആ കർത്താവിനെ നിങ്ങൾ അറിഞ്ഞതാണ് നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹം എന്ന് പറയുന്നത്. ഇന്ന് നിങ്ങൾ എന്താണോ അതിന് കാരണവും കർത്താവിനെ അറിഞ്ഞതാ. എനിക്ക് പറയാൻ കഴിയും, ഞാനിന്ന് എന്താണോ അതിന് കാരണം എൻ്റെ കർത്താവ് തന്നെയാണ്. എൻ്റെ പ്രതീക്ഷകളെല്ലാം തകർന്ന് ഒരു ട്രെയിനിൽ നിന്ന് വീണ് അപകടത്തിൽപ്പെട്ട് എൻ്റെ കാലുകളെല്ലാം തകർന്നൊരു സാഹചര്യമുണ്ട്. പ്രതീക്ഷയെല്ലാം തകർന്നു പോയൊരു സാഹചര്യമുണ്ട്. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടപ്പോഴും അത്ഭുതമന്ത്രിയായ കർത്താവ് എൻ്റെ കരം പിടിച്ചു. അതാണ് എൻ്റെ അനുഭവ സാക്ഷ്യം എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള സാക്ഷ്യങ്ങൾ നിങ്ങൾക്കും പറയാനും കഴിയും. അതെ, അവൻ അത്ഭുത മന്ത്രിയാണ്. അവൻ അനുഗ്രഹങ്ങൾ നൽകുന്നവനാണ്. പ്രത്യാശയോടെ നമ്മൾ പറയണം, എൻ്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. സാഹചര്യമെല്ലാം പ്രതികൂലമെന്ന് പറയുമ്പോഴും അതിനെ അനുകൂലമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു കർത്താവ് നിങ്ങളുടെ കരം പിടിക്കുന്നുണ്ട്, നിങ്ങളോട് കൂടെയുണ്ട്. അതുകൊണ്ട് ആ ധൈര്യമാണ് നമ്മുടെ ഉള്ളിൽ പകരപ്പെടേണ്ടത്. ദൈവത്തിൻ്റെ വചനത്തിൽ അതുപോലെയുള്ള ഒത്തിരി സാഹചര്യങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാം തകർന്ന സാഹചര്യങ്ങളെ മാറ്റി പ്രതീക്ഷകൾ നൽകി. യോസഫ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം ഒരു മിറക്കിളായിരുന്നു. എല്ലായിടത്തും തള്ളപ്പെട്ടു പോയ, എല്ലായിടത്തും തകർന്നുപോയി. സഹോദരങ്ങളും നാട്ടുകാരും വീട്ടുകാരും എല്ലാം തള്ളിക്കളഞ്ഞൊരു യോസഫ് താൻ എവിടെല്ലാം ചെന്നോ അവിടെല്ലാം അപരാധം അവന് മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു. എന്നാൽ അവനൊരു അത്ഭുതത്തിൻ്റെ പാത്രമായി മാറി. അവനെ അത്ഭുതത്തിൽ ദൈവം ഒരു മന്ത്രിയാക്കി അങ്ങ് മാറ്റി. നോക്കിയേ, ദൈവത്തിൻ്റെ വിശ്വസ്തത അത് തന്നെയാണ്. ഇന്ന് പ്രഭാതത്തിലും നിങ്ങൾ തകർന്നും നിരാശപ്പെട്ടും ഇരിക്കുന്നെങ്കിൽ നിങ്ങളെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. ദാവീദ് പറയുന്നു 71 സങ്കീർത്തനം, ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. അതെ, നിങ്ങളൊരു അത്ഭുതം തന്നെ. നിങ്ങൾ പലർക്കും ഒരു അത്ഭുതമായി മാറും. ആളുകൾ നിങ്ങളെ നോക്കി ചോദിക്കും, എങ്ങനെ ഇത് സംഭവിച്ചു? ഇവന്റെ ജീവിതം എങ്ങനെ മാറി? ഇവന്റെ കുടുംബം എങ്ങനെ മാറി? ഒറ്റ കാര്യം കൊണ്ട്, അത്ഭുത മന്ത്രിയായ കർത്താവിന്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട്. അതെ, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പം ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. ദൈവം നിങ്ങൾക്ക് പ്രത്യാശയും പ്രതീക്ഷയും നൽകട്ടെ. ആ ധൈര്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഗോഡ് ബ്ലസ് യു.